അടുത്തതായി പോകേണ്ടത് വയനാട്ടിലേക്കാണ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റ പടിഞ്ഞാറത്തറ വാരാമ്പറ്റ റോഡിന്റെ അപകടാവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. വർഷങ്ങളായി അതേപടി കിടക്കുകയാണ്. പുഴമുടി പാലത്തിന് സമീപം അപകടങ്ങൾ പതിവാണ്. ശ്രദ്ധയൊന്ന് തെറ്റിയാൽ വാഹനം താഴ്ചയിലേക്ക് മറിയും. കൽപ്പറ്റയിൽ നിന്ന് പടിഞ്ഞാറത്തറയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. വയനാട് പുഴമുടി പാലത്തിന് സമീപത്തെ അപകട വളവിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. എത്രത്തോളം അപകട സാധ്യതയുണ്ട് പുഴമുടി പാലത്തിൽ? വെരി ഗുഡ് ഈവനിങ് സുജയ പാർവതി. ഈ പുഴമുടി എന്ന് പറയുന്നത് കൽപ്പറ്റയിൽ നിന്ന് പടിഞ്ഞാറത്തറയിലേക്ക് പോകുന്ന ഈ പ്രദേശമാണ്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതൊരു ബെൻഡ്, ഒരു വലിയ വളവാണ്. ഈ വളവുകളിൽ ആണ് സ്ഥിരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരു പ്രദേശം. അതായത് ഈ കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് ആയ ഈ മേഖലയിലൂടെ നിരവധി വിനോദസഞ്ചാരികൾ അടക്കമുള്ള മറുനാട്ടുകാർ ഈ വഴി യാത്ര പോകാറുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അതായത് സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണ്. ഇവിടെ അപകടം ഉണ്ടാകാതിരിക്കാൻ നിർമ്മിച്ച ഒരു ക്രാഷ് ഗാർഡാണ്. ആ ക്രാഷ് ഗാർഡാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ തകർന്നതാണ്. കഴിഞ്ഞ നവംബർ 25-ാം തീയതി ഈ വളവിലൂടെ വന്ന, അതായത് വീഡിയോ ജേർണലിസ്റ്റ് അങ്ങോട്ട് പോകാം നമ്മുടെ ദൃശ്യങ്ങൾ, അവിടെ നിന്ന് വന്ന വാഹനം ഈ കട ഇടിച്ച് തകർത്ത് ഈ കടയ്ക്കുള്ളിലേക്ക് ഒരു ലോറി കയറിയിരുന്നു. അതായത് കഴിഞ്ഞ 25-ാം തീയതി ഒരു 12 ചക്രമുള്ള വലിയ ചരക്ക് ലോറിയാണ് ഈ കടയും ഇടിച്ച് തകർന്ന് ഇതിനകത്തേക്ക് കയറിയത്. അന്ന് വലിയ അപകടം ഒഴിവായി. ഈ കടയുടെ ഉടമസ്ഥൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അന്ന് രാത്രി എന്താണ് ഉണ്ടായിരിക്കുക? അന്ന് 11 മണിക്കാണ് സംഭവിച്ചത്. ഞാൻ ഉറങ്ങിയിട്ട് ഭയങ്കര ഒച്ച കേട്ടിട്ടാണ് ഞാൻ നീച്ചു വന്നപ്പം വലിയ രണ്ടാളും ലോറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ലോറി അവിടെ ഇതിന് അടിച്ചതാണ്. അതാ പൊട്ടി ഒക്കെ കണ്ടേ, അത് മാറ്റിയതാണ്. ഇതൊക്കെ പൊട്ടി മാറ്റി പോയതാണ്. ഇതാണ് സംഭവിച്ചത്. അന്ന് രാത്രി. അതായത് സുജയ പാർവതി, ഈ ലോറി നമ്മൾ ആ വളവ് കണ്ടു കഴിഞ്ഞു. പുഴമുടി പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ വളവ്, അതാ നോക്കൂ, ഇടിച്ച ഗാർഡ് ഭാഗം ചളുക്കിയിരിക്കുന്നത്. അതാ അവിടെ ഒരു വാഹനം വന്ന് കയറിയതാണ്. അതിന്റെ അവശിഷ്ടമാണ് ഇപ്പോഴും അവിടെ ആ ചളുങ്ങി വളഞ്ഞ് കിടക്കുന്നത്. നമുക്കത് കൃത്യമായ ദൃശ്യങ്ങളിൽ കാണാം. പടിഞ്ഞാറത്തറ വാരാമ്പറ്റ റോഡിന്റെ അപകടാവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. അപകടങ്ങൾ പതിവാണ്. അതുവഴി പോകുന്നവർ ശ്രദ്ധിക്കുക. കൽപ്പറ്റയിൽ നിന്ന് പടിഞ്ഞാറത്തറയ്ക്ക് പോകുന്ന വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.